ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളെങ്ങനെയാണ് കൃപയുടെ നിറവിൽ വളരേണ്ടതെന്ന് പൗലോസ്ലീഹായുടെ ജീവിതത്തെ അടുത്ത് വീക്ഷിച്ചുകൊണ്ട് മനസ്സിലാക്കുവാനുള്ള വലിയ കൃപ നിൻ്റെ മക്കളായി ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈശോയെ, സ്ലീഹ നിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നോട് ഐക്യപ്പെട്ടതുപോലെ ജീവിതത്തിൽ പ്രായോഗിക മേഖലകളിൽ ദൈവാൈക്യത്തിൽ ജീവിച്ച് അങ്ങയെ സാക്ഷ്യപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. ഈശോയെ, അയോഗ്യദാസനായ എൻ്റെ അധരങ്ങളിലൂടെ എന്നെ ശ്രവിക്കുന്നവരോട് അങ്ങ് സംസാരിക്കണമേ. എന്നെയും എന്നെ കേൾക്കുന്നവരെയും കൃപയുടെ കരങ്ങൾ ഉയർത്തി ആശീർവദിക്കണമേ. ഈ നിമിഷങ്ങൾ ഫലദായകമാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് രണ്ട് വിധത്തിൽ വളരുവാൻ സാധിക്കും. കൃപയുടെ നിറവിലേക്ക് വളരുവാൻ സാധിക്കും. നമുക്ക് തിന്മയുടെ വലിയ ഒരു അടിമയായിട്ടും വളരുവാൻ സാധിക്കും. രണ്ട് സാധ്യതകളാണ് എപ്പോഴും നമ്മുടെ മുൻപിലുള്ളത്. നമുക്കതിനെ പല വിധത്തിൽ വിശേഷിപ്പിക്കാം. തിന്മയുടെ വഴി ഇരുളിൻ്റെ വഴി, നന്മയുടെ വഴി പ്രകാശത്തിൻ്റെ വഴി. തിന്മ ചെയ്ത് തിന്മയ്ക്ക് അടിപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ വലിയ ദൈവശാസ്ത്രജ്ഞനായ സെയിൻറ്റ് അഗസ്റ്റിനോസ് പുണ്യവാളൻ്റെ ഒരു കുഞ്ഞു വാചകം ഞാൻ ഓർക്കുകയാണ്. സിൻ ലീഡ്സ് ടു അനദർ സിൻ ആൻഡ് ഇറ്റ് മേക്സ് എ ചെയിൻ ഓഫ് സിൻസ്. പാപം പാപത്തിലേക്ക് നയിക്കുന്നു, പാപത്തിൻ്റെ ഒരു ശൃംഖല തന്നെ ഉണ്ടാക്കുന്നു. ഒരുപക്ഷെ അതിനേറ്റവും വലിയ ഒരു ഉദാഹരണം തിരുവചനത്തിൽ കാണുന്നത് ഈശോയുടെ ശിഷ്യനായിരുന്ന യൂദാസിൻ്റേതാണ്. യൂദാസിനെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. യൂദാസിനെ കുറിച്ചുള്ള പരാമർശത്തിൻ്റെ കാരണവും നമുക്കറിയാം. ജീവനുള്ള ഈശോ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത ആളുകൾ ഈശോയുടെ അടുക്കലേക്ക് വന്നു. അപ്പോൾ ഈശോ അവരുടെ ഹൃദയം നോക്കിയിട്ട് പറഞ്ഞു, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്നാനുള്ള ആവേശം കൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും ഈശോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നപ്പം ഞാനാണ് എന്ന് ശക്തമായിട്ട് പ്രബോധിപ്പിച്ചപ്പോൾ പ്രബോധനം കഠിനമായ ആളുകളെല്ലാം വിട്ടുപോയി. അവസാനം ഈശോ ചോദിച്ചു ശിഷ്യരോട്, നിങ്ങളും പോകുന്നില്ലയോ? അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞങ്ങളവിടെ പോകാൻ, നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലുണ്ട്. അവിടെ ഈശോ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എല്ലാവരും വിശ്വസിക്കുന്നില്ല, നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. അവിടെ യോഹന്നാൻ ഒരു അടിക്കുറിപ്പോടെ എഴുതി, തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരാണെന്ന് അറിഞ്ഞിട്ട് അവനെക്കുറിച്ചാണ് ഈശോ ഇത് പറഞ്ഞത്. വീണ്ടും രണ്ടാമത് നമ്മൾ യൂദാസിനെക്കുറിച്ച് കേൾക്കുന്നത്, പാപിനിയായ സ്ത്രീ പരിമള സുഗന്ധവുമായിട്ട് വന്ന് കർത്താവിൻ്റെ പാദാന്തികത്തിലിരുന്ന് കർത്താവിനെ പൂശുകയാണ്. ഇത് കണ്ട, അത് 12-ാം അധ്യായത്തിലാണ്, ഇത് കണ്ട യൂദാസ് വളരെ കൃത്യമായൊരു കാര്യം പറഞ്ഞു. 100-300 ധനാറായിയുടെ വില വരുന്ന ഈ സുഗന്ധ തൈലം ഇങ്ങനെ പൂശി നശിപ്പിക്കുന്ന എത്രയോ വലിയ മണ്ടത്തരമാണ്. എന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാനത് വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. അവിടെയും യോഹന്നാൻ ഒരു കമൻ്റ് എഴുതി. അവനിത് പറഞ്ഞത് അവന് പാവങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചിയിൽ വീഴുന്ന പണം കൊഞ്ചം മോഷ്ടിച്ചിരുന്നതുകൊണ്ടുമാണ്. അപ്പോൾ നോക്കിക്കേ, ആദ്യം നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരുവൻ പിശാചാണ്. വിശ്വാസത്തിൽ പിറകിൽ നിന്നു. രണ്ടാമത് കളവിൽ മുന്നിൽ വന്നു. വീണ്ടും യോഹന്നാൻ്റെ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ യൂദാസിനെ കാണുന്നത് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈശോ അപ്പം വാഴ്ത്തി, അതുപോലെ വീഞ്ഞ് വാഴ്ത്തി, അല്ലെങ്കിൽ തിരുശരീര രക്തങ്ങളാക്കി മാറ്റി കൊടുക്കുമ്പോൾ യൂദാസിൻ്റെ ഉള്ളിൽ പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈശോ ഒരു കമൻ്റ് പറയുന്നുണ്ട്, നിങ്ങൾ ശുദ്ധരാണെങ്കിലും എല്ലാവരും ശുദ്ധരല്ല. നിങ്ങൾ ശുദ്ധരാണെങ്കിലും എല്ലാവരും ശുദ്ധരല്ല. അവിടെ നഷ്ടപ്പെട്ടത് പരിശുദ്ധിയാണ്. വിശ്വാസം പിറകിലായിരുന്നു, കളവിൻ്റെ കാര്യത്തിൽ മുന്നിലായി. അവസാനം പരിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ അവൻ അധപ്പതനത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുകയാണ്. യൂദാസ്
യുദാസിനെക്കുറിച്ച് ഈശോ പറയുകയാണ്, അങ്ങ് തന്നവരിൽ ആ നാശത്തിൻ്റെ പുത്രനല്ലാതെ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് പറയാൻ തക്കവണ്ണമുള്ളൊരവസ്ഥയിലേക്ക് വീഴുകയാണ്, പടിപടിയായിട്ടാണ്. ഇത് മനസ്സിലാക്കുന്ന നമുക്ക് എങ്ങനെയാണ് പടിപടിയായിട്ട് ഈശോയിൽ വളരുവാൻ സാധിക്കുന്നത്? അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പൗലോസ് അപ്പോസ്തലനാണ്. നമുക്കറിയാം, അദ്ദേഹം സൗളായിരുന്നു. ക്രിസ്ത്യാനികളെ പിടിപ്പിക്കുവാനായി ഡമാസ്കസിലേക്ക് പോവുകയായിരുന്നു. ആ പോകുന്ന സമയത്ത് ഇതുവരെ അദ്ദേഹത്തിൻ്റെ പോക്ക് ശ്രദ്ധിച്ചാൽ, നിന്നെയൊക്കെ ഞാൻ മര്യാദ പഠിപ്പിക്കും, ഞാൻ ആരാണെന്ന് നിന്നെ കാണിച്ചു തരാം, നിൻ്റെ ഈ വിശ്വാസം തെറ്റാണ്, നിന്നെ ഞാൻ പറയുന്നത് പോലെ വിശ്വസിക്കാൻ പഠിപ്പിക്കും, അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും. ഈ ഒരു ചിന്തയിലാണ് അധികാരപത്രമൊക്കെ വാങ്ങി കുതിരപ്പുറത്ത് പോകുന്നത്. കുതിരപ്പുറത്തും തട്ടി താഴെയിടുന്നു. ഒരുപക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഞാൻ ആരാണോ എന്ന് കാണിച്ചു തരാമെന്ന് പറയുന്ന ഒരുത്തൻ നീ ആരാണെന്ന് ചോദിക്കുന്നത്. ദൈവത്തോട് ചോദിക്കുകയാണ്, നീ ആരാണ്? ഉത്തരം കിട്ടി, നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ. ഇവിടെ ഒരു ഉൾക്കാഴ്ചയുണ്ട്. സഭയെ പീഡിപ്പിക്കുക സമം ഈശോയെ പീഡിപ്പിക്കുക, സഭ സമം ഈശോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? കാഴ്ച നഷ്ടപ്പെട്ടു. അവന് നടക്കാൻ പരസഹായം കൂടാതെ സാധിക്കത്തില്ല. അപ്പോഴവന് മനസ്സിലായി, ഞാൻ ബലഹീനനായൊരു മനുഷ്യനാണ്, ദുർബലനായൊരു മനുഷ്യനാണ്. അവൻ്റെ ഉൾക്കാഴ്ച വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലുണ്ടായ ഉൾക്കാഴ്ച നമുക്കിങ്ങനെ പറയാം, ഞാൻ ദുർബലനായ മനുഷ്യനാണ്, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു സ്റ്റേജാണ്. വീണ്ടും അദ്ദേഹം, നമുക്കറിയാം കഥയെല്ലാം, അന്യാസിനടുത്ത് പോകുന്നതും അന്യാസ് പ്രാർത്ഥിക്കുന്നതും കണ്ണിന് കാഴ്ച കിട്ടുന്നതും, അങ്ങനെ അദ്ദേഹം വീണ്ടും വിശ്വാസത്തിൽ വളരുന്നതൊക്കെ അറിയാം. രണ്ടാമത്തെ ഒരു ഘട്ടം ഞാൻ പറയും, ബലഹീനനായ മനുഷ്യൻ മനസ്സിലാക്കി, എന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൽ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പിയക്കാർക്ക് അദ്ദേഹം എഴുതുന്നുണ്ട്, എന്നെ ശക്തിപ്പെടുത്തിയ കർത്താവിൽ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. നമ്മൾ എത്ര ബലഹീനരാണെങ്കിലും എത്ര ശക്തിയില്ലെങ്കിലും ഈശോ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് സർവ്വതും സാധ്യമാണ്. ഈ ഒരു വലിയ ബോധ്യം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയുടെ ഭാഗമാണത്. വീണ്ടും നമ്മൾ അദ്ദേഹത്തെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് അദ്ദേഹം വളരുകയാണ്. എന്താണ് പറയുന്നത്? എനിക്ക് നിൻ്റെ കൃപ മതി, എനിക്ക് നിൻ്റെ കൃപ മതി. എന്താണ് കൃപ? അചഞ്ചലമായ സ്നേഹം. ആ കൃപ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്, ദൈവത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഹെസ്സദ് എന്ന ഹീബ്രു വാക്ക് നമുക്കവിടെ കാണാൻ സാധിക്കും. സ്റ്റെഡ് ഫാസ്റ്റ് ലവ്, അതാണല്ലോ ദൈവം. നമ്മൾ ദൈവത്തെ എതിർക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമ്മൾ ദൈവത്തെ പ്രഘോഷിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമ്മൾ ദൈവത്തെ നിഷേധിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. എല്ലാ അവസരത്തിലും യോഹന്നാൻ സുവിശേഷകൻ പറഞ്ഞത് നമ്മൾ അനുഭവിക്കുകയാണ് അതേപടി. ഗാഡ് ഈസ് ലവ്. അതെ, 1 യോഹന്നാൻ 4:8-16 നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനേക്കാൾ മനോഹരമായൊരു ചിന്തയില്ല. ഏതായാലും ശ്ലീഹ പറയുന്നു, എനിക്ക് നിൻ്റെ കൃപ മതി. ഈ ഒരു അചഞ്ചലമായ സ്നേഹം എൻ്റെ ഉള്ളിലൊന്ന് കിട്ടിയാൽ മതി, എനിക്ക് നിൻ്റെ കൃപ മതി. അവിടെ കൊണ്ടും തീർന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജീവിക്കുന്നു, ഞാനല്ല, ഈശോ എന്നിൽ ജീവിക്കുന്നു. വലിയൊരു ഉൾക്കാഴ്ചയാണ്. ഈശോയോട് ആഴത്തിൽ ഐക്യപ്പെട്ടു കഴിഞ്ഞു. ഇനി അവസാനം വരുമ്പോൾ ആ വളർച്ചയുടെ കൊടുമുടിയിൽ നമ്മൾ കേൾക്കുന്നൊരു ശബ്ദമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ജീവിക്കുക എനിക്ക് ക്രിസ്തുവാ, മരിക്കുക എനിക്ക് നേട്ടവാ. അപ്പോൾ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിന് വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ നേട്ടമാണ്. ആദിമസഭയിൽ രക്തസാക്ഷികളുടെ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന മനോഹരമായൊരു വചനമായത്. അപ്പോൾ അന്ത്യോക്യ ഇഗ്നേഷ്യസിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം മരിക്കാൻ പോകുമ്പോൾ പറയുന്ന കാര്യം നമുക്കറിയാം. റോമിലെ ആൾക്കാർക്ക് അദ്ദേഹം എഴുതി, റോമിലെ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, അവരെങ്ങാനും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലോ എന്ന് വിചാരിച്ചു പറയാം, എനിക്ക് വരാൻ പോകുന്ന ഈ മഹാഭാഗ്യത്തിൽ നിന്ന് നിങ്ങളെന്നെ ഒരിക്കലും പിന്തിരിപ്പിക്കരുത്. എന്താണ് ആ മഹാഭാഗ്യം? പട്ടിണിക്കിട്ടിരിക്കുന്ന വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ഭക്ഷിക്കും. അങ്ങനെ ഭക്ഷിക്കുന്നത് അദ്ദേഹം തന്നെ പറയാണ്, വന്യമൃഗങ്ങളുടെ പല്ലുകൾ കൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് ചവച്ചരയ്ക്കപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധമായ ഗോതമ്പപ്പമായിട്ട് മാറണം. അതാണ് എനിക്ക് വരാൻ പോകുന്ന മഹാഭാഗ്യം. അങ്ങനെ മരണത്തേക്കാൾ, ജീവനേക്കാൾ, അതെ, മരിക്കുന്നതിന് പേടിയൊന്നുമില്ല, ജീവൻ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളൊരു ഹൃദയ വികാരം നമ്മിൽ ഉണർത്തുകയാണ് ഈശോയോടുള്ള ഐക്യം.
അതാണ് ശ്ലീഹ പറഞ്ഞത്, ജീവിക്കുക ക്രിസ്തു, മരിക്കുക എനിക്ക് നേട്ടം. നമ്മൾ വാസ്തവത്തിൽ ഈ ഒരു ശൈലിയിൽ ഈശോയുടെ മക്കളായി ഈശോയോട് ഐക്യപ്പെട്ട് വളരുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ശ്ലീഹ ഈ കൃപയിലാണ് വളർന്നത്. അങ്ങനെ നന്മയിൽ വളരാൻ, നന്മയുടെ വളർച്ചയിൽ ഈശോയോട് ഐക്യപ്പെടാൻ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിച്ച് നിർത്താം. കർത്താവായ ഈശോയെ, പാവത്തിലേക്ക് നയിക്കുന്നു, പാവത്തിൻ്റെ ഒരു ശൃംഖല ഉണ്ടാക്കുന്നു. തിന്മയുടെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ നന്മയുടെ കാര്യത്തിലും നന്മയിൽ നിന്ന് നന്മയിലേക്ക് വളർന്ന് അതേ സമ്പൂർണ്ണ നന്മയായ നന്മ സ്വരൂപനായ ഈശോയോട് ഐക്യപ്പെട്ട് ഈശോയെ പോലെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന ഉൾക്കാഴ്ച ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ സാരമായി ഞങ്ങളെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം നിൻ്റെ പരിശുദ്ധാത്മാ ചൈതന്യം എൻ്റെ മേലും എന്നെ കേൾക്കുന്ന മക്കളുടെ മേലും വർഷിക്കണമേ. ഈശോയെ കൃപയായിരിക്കണമേ, അനുഗ്രഹിക്കണമേ. സ്ഥലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ.